ഹലോ ഹായ് ഹായ് കുഞ്ഞുങ്ങളെ. അപ്പോഴേ ഇന്ന് ഞാൻ വന്നത് വളരെ വിഷമത്തോടുകൂടിയാണ് ഒരു വീഡിയോ ഇന്നിരുന്നപ്പോൾ ഇങ്ങനെ ഓരോ വാർത്തകളും കണ്ടിട്ടൊക്കെ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കട്ടെ. ഞാനിങ്ങനെയൊന്നും പറയാറില്ല അല്ലേ, അത് പെട്ടെന്ന് നമുക്കുള്ള സമയത്തിൻ്റെ ഇടയിൽ കൂടെ വന്നെന്ന് അപ്പോഴപ്പോഴും പറഞ്ഞിട്ട് പോകുന്നത് കൊണ്ടാണ് കേട്ടോ ഇതൊന്നും നമുക്ക് കൂടുതലായിട്ടും തോന്നാത്തത്. സ്ത്രീധന പീഡനം വീണ്ടും കൂടിക്കൂടി വരുന്നു അല്ലേ. മരണവും ഉപദ്രവങ്ങളും എല്ലാം കൂടിക്കൂടി വരുന്നത് എങ്ങനെ വരാതിരിക്കും? പെൺകുട്ടികൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നാലേ, പ്രതികരിക്കാതിരുന്നാലേ ഇതൊക്കെ സംഭവിക്കും. പെൺകുട്ടികൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാകത്തുള്ളൂ. കാര്യങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാക്കണം കേട്ടോ. ഇപ്പം ഇന്നത്തെ പത്രത്തിലും യൂട്യൂബിലും ഒക്കെ വാർത്തയോടെ വാർത്ത തന്നെയാണ്. എന്താ ഇങ്ങനെ നഷ്ടപ്പെടുന്നത്? പെൺകുട്ടികൾക്ക് മാത്രം. ഏതെങ്കിലും ഒരു പയ്യൻ മരിച്ചു എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് സ്ത്രീധനം കുറവായിപ്പോയി അല്ലെ വേറെ എന്തെങ്കിലും പറ്റിയപ്പോൾ നടത്തിയിട്ടൊരു ചെറുപ്പക്കാരൻ മരിച്ചു എന്ന്, നവവധു എന്ന് പറഞ്ഞവരെ നവപുരുഷൻ മരിച്ചു എന്ന് കേൾക്കാറുണ്ടോ? എവിടെയെങ്കിലും ഒരു വാർത്ത കേട്ടായിട്ട് നിങ്ങൾക്കറിവുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എനിക്കിന്നുവരെ അങ്ങനെ ഒരു അറിവും ഇല്ല. ആരും പറഞ്ഞും കേട്ടിട്ടില്ല, ഞാൻ വായിച്ചറിവുമില്ല, കേട്ടറിവുമില്ല, വായിച്ചറിവുമില്ല. എന്താ അങ്ങനെ സംഭവിക്കാത്തത്? ഈ പെൺകുട്ടികൾ എവിടെയാണ് പോകുന്നത്? കെട്ടിക്കഴിഞ്ഞാൽ നേരെ പോകുന്നത് പയ്യൻ്റെ വീട്ടിലേക്കല്ലേ. അപ്പോൾ പിന്നെ പയ്യനെ അങ്ങനെ സംഭവിക്കാനുണ്ടോ? ഇല്ല. ഞാനിത് പറയുന്നത് വെറുതെ ഒന്നുമല്ല കേട്ടോ. പല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെയാണ് പറയുന്നത്. സ്ത്രീധനം തന്നെയാണ് എല്ലായിടത്തും പ്രശ്നം. എല്ലാ ചെറുപ്പക്കാരുടെ, അതായത് എല്ലാ കല്യാണപ്രായമായ ആൺകുട്ടികളുള്ള അച്ഛനമ്മമാർക്കും പിന്നെ വളർത്തേൻ്റെ കണക്കും അതും പറഞ്ഞിട്ട് സ്ത്രീധനം എന്ന് മോഹിച്ച് തന്നെയാണ് എല്ലാവരും വരുന്നത്. പിന്നെ അത് എത്ര കണ്ട് എന്നെ വെറുപ്പിച്ചാലും, എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വെറുപ്പായി തോന്നിയാലും അല്ലെ ചീത്ത പറയാനാണെങ്കിലും ശരിയെന്ന് ഞാൻ പറയാനുള്ളത് പറയും. മനസ്സിലായില്ലേ? ഒരു മാതാപിതാക്കളുമില്ല, ഒരു ആൺകുട്ടികളുടെ മാതാപിതാക്കളും നമുക്കൊരു ക്ലിയർ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയത്തില്ല. മനസ്സിലായില്ലേ? ഈ ആൺകുട്ടികളുടെ സ്വഭാവം തന്നെ വീട്ടിലുള്ളവർക്ക് അറിയാതിരിക്കും, കൂടപ്പുറപ്പുകൾക്ക് അറിയാതിരിക്കും, അല്ലെങ്കിൽ വളർത്ത അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാകാതിരിക്കും ഇല്ലേ. എന്നിട്ട് അവർ ഒളിപ്പിച്ച് വെച്ച് അതൊക്കെ മറച്ച് പിടിച്ചിട്ടാണ് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ കല്യാണം കഴിപ്പിക്കുക. അധികം കഴിയുന്നതിന് മുമ്പേ പിന്നെ സ്വർണ്ണം മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് പോയി നാനാവിധമാക്കുക, അവരുടെ കാര്യങ്ങൾ സുഭിക്ഷമായിട്ട് നടക്കുക. ഈ പെൺകുട്ടിയുടെ ഒരു കാര്യം അന്വേഷിക്കാതിരിക്കുക. അത്ര മാത്രമേ ഉള്ളൂ എല്ലാ ആൺകുട്ടികളുടെ വീട്ടുകാർക്കും ചെയ്യാനുള്ളത്. അങ്ങനെയല്ലേ ഞാൻ പറയുന്ന എല്ലാവർക്കെങ്കിലും. ഞാനിത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, 1-2 വീഡിയോ ഒക്കെ ഇതുപോലെ പറഞ്ഞു. വീണ്ടും വാർത്ത വരുന്നത് കൊണ്ടാണ് വീണ്ടും ഇത് പറയേണ്ടി വന്നത് കേട്ടോ. എന്ത് കഷ്ടമല്ലേ പെൺകുട്ടികളോട് ഇങ്ങനെ പെരുമാറുന്നത് അല്ലേ. പുതിയ ഒരു ട്രെൻഡാണ് മാട്രിമോണിയലിലൊക്കെ കൊടുത്തിട്ടെ. മാട്രിമോണിയൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കൂല. ഇതുവരെ അത് കൊടുക്കുന്നത് ചിലപ്പോൾ പയ്യന്മാരും ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്, സഹോദരിയോ മറ്റോ ആയിരിക്കും കൊടുക്കുന്നത്. എന്നാൽ സഹോദരിയുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരനെ കൊണ്ട് കെട്ടിക്കുന്നത് തന്നെ. എന്താ ഞാൻ ഇങ്ങനെ പറയുന്നതെന്നല്ലേ, തക്കതായ കാരണം ഉണ്ടെന്ന് തന്നെ കരുതിക്കോളും. കാരണം ഉണ്ടായിട്ട് തന്നെയാണ് പറയുന്നത്. ഒരു പയ്യനും പൂർണ്ണമായിട്ടൊന്നും വീട്ടിലെ സിറ്റുവേഷൻസ് ഒന്നും പറയത്തില്ല. ഈ ഒന്നും അറിയാതെ ചെന്ന് തന്ന പെൺകുട്ടി ഇതിൻ്റെ എല്ലാം ഇടയിൽ കിടന്ന് നരകയാതന അനുഭവിക്കണം. നരകയാതന ഒരുത്തനെങ്കിലും നിങ്ങൾ പറയും, ഒരു ആൺകുട്ടിയെങ്കിലും ഇതുപോലെ ഒരു ശോചനീയാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോന്ന്. കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഇവന്മാരുടെയൊക്കെ സ്വഭാവം മാറും. അതുവരെയുള്ള സ്വഭാവ രീതിയായിരിക്കില്ല. പുറമേ ഒന്ന് അകമേ ഒന്നെന്നുള്ള രീതിയിലാണ് അവരുടെ സ്വഭാവ രീതി. വീട്ടിനകത്ത് ഒരു പെരുമാറ്റ രീതിയായിരിക്കും, പബ്ലിക്കിൻ്റെ ഇടയിൽ മറ്റൊരു പെരുമാറ്റ രീതിയായിരിക്കും, കൂട്ടുകാരുടെ ഇടയിൽ വേറെ ഒന്നായിരിക്കും. അപ്പോൾ നമ്മൾ പരാതി പറഞ്ഞാൽ അവർക്കാർക്കൊന്നും മനസ്സിലാകത്തില്ല. പിന്നെ മനസ്സിലാക്കുന്നവർക്കാണ് അതെന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ അവർ പുറത്ത് പറയാറുള്ളൂ, അവനിങ്ങനെ ആയിരുന്നു എന്ന് പറയാറുള്ളൂ.
അല്ലേ? ഞാൻ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്നിട്ടില്ല. പൂർണ്ണമായിട്ടും ഇതിൽ പെൺകുട്ടികൾ തന്നെയാണ് കുറ്റക്കാർ. എന്താണെന്നറിയാമോ? നമ്മൾ പ്രതികരിക്കണം. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഉള്ള പീഡനങ്ങൾ ഉണ്ടാകുന്നത്, അത് പേടിക്കാതെ തന്നെ സമൂഹത്തിൻ്റെ മുമ്പ് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പരിസരവാസികളായിരിക്കാം, അല്ല സ്വന്തം വീട്ടിൽ അറിയിക്കുന്നതിന് പുറമെ പരിസരവാസികളെ അറിയിക്കുക. നിങ്ങൾ ഭർത്താവിൻ്റെ വീട് എവിടെയാണോ അതിൻ്റെ അടുത്ത് പരിസരവാസികൾ കാണുമല്ലോ, അയൽവക്കക്കാർ കാണാത്ത ഒരു സ്ഥലമുണ്ടോ, അവിടെ അറിയിക്കുക. അല്ലാതെ ഉള്ളതൊക്കെ ഇവന്മാർ കള്ളക്കഥകളൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു പോകും. നിയമമൊന്നും അത്ര ശക്തമൊന്നും അല്ല. നമ്മുടെ ഈ കേരളത്തിലെ നിയമം ശക്തമേ അല്ല, ഒട്ടും ശക്തമല്ല. ദയവ് ചെയ്ത് വിവാഹം എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ വിട്ട് പുറകെ നടക്കാതെ അവരൊക്കെ സ്വതന്ത്രമായിട്ടൊന്ന് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. എന്തിനാ സ്ത്രീ ശാപം പെൺശാപം പിടിച്ചു പറ്റുന്നത്? ഒരുത്തമാരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എല്ലാവന്മാരും കണക്കാം. കാഴ്ചയിൽ നല്ല മാന്യനായിരിക്കാം, സുന്ദരനായിരിക്കാം, മാന്യനായിരിക്കാം, ജോലി ഉണ്ടായിരിക്കും. ഒരെണ്ണം സത്യാവസ്ഥ ഒന്നും പറയത്തില്ല. ഈ കുറേ പെങ്ങന്മാരുണ്ട് കെട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ തന്നെ അമ്മയുടെ ബാലെ പിടിച്ച് അമ്മയുടെ സഹോദരൻ്റെ ബാലെ തൂങ്ങി നടക്കുന്നത്. കെട്ടിച്ച് വിട്ടതിന് ശേഷം ഭർത്താവും ഈ ആങ്ങളെ കെട്ടിക്കഴിയുമ്പോഴേ ഒരു പരിവത്തുള്ളൂ. അതുവരെ ഒരു കുടുംബത്തിനകത്ത് കിടക്കില്ല. പെണ്ണ് വന്ന് കയറുമ്പോഴേ ആങ്ങളൊക്കെ ഒരു കുട്ടി അല്ല ശരിയാക്കി കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഇവർ പിന്നെ അവിടെ ആയിരിക്കും. വല്ലപ്പോഴും വന്നു പോയി നിൽക്കുന്ന പിന്നെ സ്ഥിരമായി വരും. അമ്മയ്ക്ക് കൂട്ടായിട്ടും അമ്മയെ നോക്കാനായിട്ടും എന്നും പറഞ്ഞിട്ടൊക്കെ വരും. വരുന്നതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, അവർക്ക് ഈ വന്ന കുട്ടിയിൽ നിന്നും കിട്ടാവുന്നതെല്ലാം മേടിച്ചുകൊണ്ട് ഇതിനെ അവർ ഇല്ലാതാക്കും. അതുപോലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ച് പിന്നെ പെൺകുട്ടി നശിപ്പിക്കും. കാരണം പെൺകുട്ടി ആ പയ്യൻ്റെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് ചിലപ്പം വിട്ടൊന്നും വരില്ല. അങ്ങനെയുള്ളവന്മാരാണ് ഇപ്പോൾ കൂടുതലും. വീട്ടിലേ വിടത്തില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒരു 100 പിന്നെ ഇത് പറയും പോയിട്ട്. കാരണം അവർക്ക് ഉള്ളിൽ പേടിയുണ്ട്, ഇവരെ കള്ളത്തരം ചെന്ന് പറഞ്ഞു കൊടുക്കുമെന്നുള്ളൊരു പേടിയുണ്ടാവാം കേട്ടോ. എനിക്ക് നേരിട്ട് അറിവുള്ള കുടുംബങ്ങളുണ്ട് അങ്ങനെ, മനസ്സിലായില്ലേ? പിന്നെ പെങ്ങളായിരിക്കുന്ന ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം അമ്മയെ അറിയിക്കും. അമ്മ പറയും പോകണ്ട. കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിൽ ഒരു ഇതിനും പിന്നെ വിടണമെന്നുണ്ടെങ്കിൽ ഈ പയ്യൻ്റെ സഹോദരി വേണം, പോയിട്ട് വരട്ടെ. ഒരു കുട്ടിയില്ലാത്ത സഹോദരിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. സഹോദരൻ്റെ കുട്ടിയിലാണ് പിന്നെ കണ്ണ് മുഴുവനും. സ്വത്ത് വേണം, സഹോദരൻ ഉണ്ടാക്കുന്ന സ്വത്ത് വേണം, സഹോദരൻ്റെ കുഞ്ഞിനെ വേണം. ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന കുറേ പെങ്ങന്മാരുണ്ട്. ഇത്തൽ കണ്ണി പോലൊക്കെ എന്തു വന്നാലും പിന്നെ അവിടെ നിൽക്കും. കൂട്ടായിട്ട് അവരെയൊക്കെ ഭർത്താക്കാൻ വേണം. പിന്നെ ഈ സഹോദരന് ഈ പെൺകുട്ടിയെ ഒഴിവാക്കാനായിട്ട് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ടായിരിക്കും സഹോദരിയുടെ ഭർത്താവും കൂടെ നിൽക്കുന്നത്. ഗുണം രണ്ടുപേർക്കും കിട്ടും. സഹോദരിക്കും സഹോദരിയുടെ ഭർത്താവിനെയും കിട്ടും. സഹോദരൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേറെ ഇതിനേക്കാളും കൂടുതൽ സ്ത്രീധനം വാങ്ങിച്ച് കെട്ടുകയും ചെയ്യും. എല്ലാം ഒരു പെൺകുട്ടി മരിച്ചു അല്ല ഒഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ കുറച്ച് ആളത്തേക്ക് മിണ്ടാണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ വിത്തിൻ സെക്കൻഡ് കൊണ്ട് വേറെ കല്യാണം കഴിച്ചു എന്നും അതൊക്കെ ലീഗൽ ഫോർമാലിറ്റീസൊക്കെ വേഗം കഴിഞ്ഞു, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. കാരണം നിയമം എപ്പോഴും ആണുങ്ങൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇന്നും. എൻ്റെ ഈ വാർത്ത ഞാനീ പറയുന്നത് ഏത് നീതിനിയമം കേട്ടിട്ട് ചോദിച്ചാലും ഞാൻ പറയുക, ആണുങ്ങളുടെ കൂടെ തന്നെയേ ഉണ്ടാവുള്ളൂ. ഏതൊരു പോലീസുകാരനും ഏതൊരു നീതിന്യായവും കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. ഒരു പോലീസുകാരനും ഒരു പെണ്ണിനും സഹായമായിട്ട് വരത്തില്ല. പെൺകുട്ടിക്ക് സഹായകമായി വരത്തേയില്ല. ആണുങ്ങൾ പറയുന്നതിൻ്റെ പുറകെ പോകത്തുള്ളൂ.
അതാണ് ഈ ആൺവീട്ടുകാർക്ക് ഭർത്താവ് എന്ന് പറയുന്നതിൻ്റെ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കുമുള്ള അഹങ്കാരവും ബലവും അതാണ്. എന്നും അവർക്ക് അനുകൂലമായിട്ടേ വന്നിട്ടുള്ളൂ. ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യുക. പെൺകുട്ടികളെ കെട്ടിക്കൊടുക്കരുത്, ഒരുത്തനും കെട്ടിച്ചു കൊടുക്കരുത്. എല്ലാവന്മാരും ഇങ്ങനെ തന്നെയാണ്. ആദ്യം വന്ന് മയത്തിൽ പെരുമാറും, കാര്യം നേടിക്കഴിയുമ്പോൾ സ്വഭാവമൊക്കെ മാറും. പിന്നെ ഈ പെൺകുട്ടിയുടെ ജീവിതം കഷ്ടത്തിലാണ്. ഇന്ന് ഒട്ടുമിക്ക ഒരുപാട് കുട്ടികളുണ്ട് പുറം ലോകം അറിയാതെ വീടിനുള്ളിൽ മാത്രം തേങ്ങിക്കരയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അടിയും ചീത്തവിളിയൊക്കെ കേട്ടിട്ട് പെൺവീട്ടുകാരെ ഭാര്യയുടെ വീട്ടുകാരെയും ഒക്കെ ചീത്ത പറയുന്നവരുണ്ട്. അമ്മ മാത്രമുള്ള വീട്ടിലാണെങ്കിൽ അമ്മയും ചീത്ത പറയും. ചീത്ത പറയുന്നതിന് പുറത്ത് പറയാൻ കൊള്ളത്തില്ല വാക്കുകളൊന്നും കൂടെ. അത്രമാത്രം അമ്മയും കൂടപ്പുറപ്പുകളുണ്ടെങ്കിൽ അവരെയൊക്കെ ചീത്ത പറയും. അതെന്തോ ഒരു ക്രെഡിറ്റ് മാതിരിയാണ് അവന്മാരൊക്കെ കണ്ടുവച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പെൺകുട്ടികളെ അങ്ങനെ നിർബന്ധിച്ച് കെട്ടിച്ചയക്കുന്നതിനോടുകൂടി ഒരു അഭിപ്രായവുമില്ല. ഉള്ള കാലം അവർ അങ്ങനെ കഴിഞ്ഞാൽ ഒരു കൂട്ട് വേണം എന്ന് അവർക്ക് തോന്നുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവരെ കണ്ടെത്തിട്ട് അതുവഴി പൊക്കോട്ടെ. അത് നമുക്കുള്ള മനസ്സിലായി. അതല്ലാതെ നിർബന്ധിച്ച് ഈ പൊരുത്തം നോക്കി അതും ഇതും നോക്കി കുടുംബമാക്കിമയും നോക്കി എല്ലാം പറഞ്ഞു വിടും. അധികം വൈകുന്നതിന് മുമ്പേ ഒന്നുകിൽ മരണമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കും പ്രശ്നമായിട്ട് അതൊരു വിവാഹമോചനത്തിലെത്തിച്ചേരും. അങ്ങനെയല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? അപ്പം എൻ്റെ പെൺകുട്ടികളെ നിങ്ങളൊന്ന് മാത്രം ശ്രദ്ധിക്കുക. ഒരു കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ജീവിതം നശിച്ചു പോവുകയോ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കത് ഒരു വാല്യൂ കുറഞ്ഞു പോകുന്ന ഒന്നും വിചാരിക്കണം. നമ്മളായിട്ട് തന്നെ ജീവിക്കുക. പെൺകുട്ടികൾ നമ്മളായിട്ട് തന്നെ ജീവിക്കുക. അങ്ങനെ തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. നമ്മൾ ജനിച്ചപ്പോഴും നമ്മളുടെ കൂടെ ആരെയും കൊണ്ടുവന്നല്ല ജനിച്ചത്. മരിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്, അല്ലേ? നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അതറിഞ്ഞ് പ്രവർത്തിക്കുക. ആ രീതിയിൽ ലൈഫ് കൊണ്ടുപോകുക. മനസമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ സാധിച്ച് നമുക്ക് ജീവിക്കാം ഇന്നത്തെ ലോകത്ത്. ഒരുത്തന്മാരെയും വിശ്വസിക്കരുത്. എല്ലാവന്മാരും തരികിടകളാണ്. ഉള്ളിൻ്റെ ഉള്ളിലാണ് ചെകുത്താൻ ഒളിഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിന് തിരികെ കൊടുത്താനായിട്ട് അമ്മയും സഹോദരിമാരും ഒക്കെ കാണും. ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അമ്മയുടെ അടുത്ത് സഹോദരിമാരെ തിരിഞ്ഞ് പറയാൻ കഴിയാത്ത നട്ടലില്ലാത്തവന്മാർ കാണും. അങ്ങനെയുള്ളിടത്താണ് ഈ സംഭവങ്ങൾ അത്രയും നടക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ അവരടുത്ത് ഒരു പറയാൻ കഴിയാത്ത, മുഖത്ത് നോക്കി പറയാൻ കഴിയാത്ത, എൻ്റെ ഭാര്യ ഒന്നും ചെയ്യരുതെന്ന് എത്ര പേര് പറയും. എൻ്റെ ഭാര്യ ഒന്നും പറയരുത്, ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു ഒരുത്തന്മാരും പറയുമോ? ഇല്ല. അമ്മയും സഹോദരിയൊക്കെ പറയണത് കേട്ടോണ്ട് അവർ താളത്തിനൊത്ത് തുള്ളാൻ എല്ലാവന്മാരും ഉണ്ട്. ഒരുത്തനും പറയില്ല. ഇനി ഈ പെൺകുട്ടി എങ്ങാനും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ തുടങ്ങി അവിടെ തിരിച്ച് ആരിലൂടെയാണോ പ്രശ്നമുണ്ടായത് ആ വ്യക്തിയുടെ അടുത്ത് തിരിച്ചെത്തിക്കുന്നതുവരെ ഈ പയ്യന്മാർക്കൊക്കെ എന്തോ ഒരു വെകിളയും വെപ്രാളവും അറിയാമോ? പലതരത്തിലുള്ള ഇതുമായിട്ട് വരും, സംസാരമായിട്ട് വരും. മോശപ്പെട്ട രീതിയിൽ പറയും, പിന്നെ ഹാഷായിട്ടുള്ള രീതിയിൽ, റൂഡായിട്ടുള്ള രീതിയിൽ പറയും. എത്രത്തോളം നമ്മളെ മനസ്സിനെ ഹേർട്ട് ചെയ്യാൻ ആ രീതിയിലൊക്കെ അവർ പറയും. തിരിഞ്ഞു നോക്കത്തില്ല, ഒരു കാര്യം തിരിഞ്ഞു നോക്കത്തില്ല. ചോദിച്ചാൽ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ നിൽക്കുന്നിടത്ത് വന്നാൽ ഞാൻ നോക്കും. ഇതാണ് മറുപടി കിട്ടുന്നത്. ഞാൻ എവിടെ നിൽക്കുന്നോ അവിടെ വന്നാൽ ഞാൻ, ഭാര്യ മാത്രമാണെങ്കിൽ ഭാര്യ, കുട്ടികളുണ്ടെങ്കിൽ നിന്നെയും കുട്ടികളെ നോക്കുന്നു. ഞാൻ നിൽക്കുന്നിടത്തുണ്ടെങ്കിൽ ഈ നിൽക്കുന്നത് എവിടെയാണ്? അമ്മയുടെ പെങ്ങളെ ചോട്ടിലാണ് നിൽക്കുന്നതാണ്, കൂട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ അവരെ കൊണ്ടുവന്ന് എത്തിക്കുക. അവരടുത്ത ലക്ഷ്യം എന്താ? ഈ പെൺകുട്ടി വീട്ടിൽ ഏതൊരു സാഹചര്യത്തിലാണോ വീട്ടിൽ വരാനിടയായത് അത് വീട്ടിൽ പറയാതിരിക്കുന്നു? ഇല്ല, പറയാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ
അപ്പോൾ വീട്ടുകാരറിഞ്ഞു എന്ന് വരും. വീട്ടുകാരറിഞ്ഞു എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത ലക്ഷ്യം അപ്പോഴേ ഞാൻ ഒറ്റ സെക്കൻഡ് വീഡിയോ വൈൻഡപ്പ് ആക്കാതെ പോയി കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാനുള്ളത് പറയും കേട്ടോ, ഓപ്പണായിട്ട് പറയാം. അത് ആദ്യത്തെ ലോകം മൊത്തത്തിലായാലും വിളിച്ച് പറയും. പേടിക്കേണ്ടത് എന്തിനാ? അനുഭവിക്കുന്നവർക്കല്ലേ, അനുഭവിച്ചവർക്കല്ലേ അതിൻ്റെ വേദനകൾ അറിയാൻ, വിഷമതകൾ അറിയാൻ പറ്റും. പ്രവർത്തിക്കുന്നവർക്കൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. ജാഗ്രതയോടെ മുന്നോട്ട് പോവുക കേട്ടല്ലോ. എല്ലാവരും കല്യാണമല്ല പ്രധാനം, നമുക്ക് ഒരു വിവാഹ ജീവിതമല്ല പ്രധാനം. നമ്മുടെ ജീവിതം ആസ്വദിച്ച് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു കേട്ടോ.